കോഴിക്കോട് കൊടുവള്ളി മാനിപുരത്ത് കരിമ്പിൻ ജ്യൂസ് മെഷീനിൽ വിദ്യാർത്ഥിയുടെ കൈ കുടുങ്ങി. കച്ചവടക്കാരനെ സഹായിക്കാനെത്തിയ 14-കാരനാണ് അപകടം പറ്റിയത്. അഭിജിത്ത് മുഴക്കുന്ന വിവരങ്ങൾ മാറ്റിയിരുന്നു. അഭിജിത്ത്, കുഴപ്പമില്ലാതെ കുട്ടിയുടെ കൈ പുറത്തെടുക്കാൻ കഴിഞ്ഞോ? അഷ്മി, കുട്ടിയുടെ കൈക്ക് പരിക്ക് പറ്റിയിട്ടുണ്ട് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. കുട്ടി നിലവിൽ ആശുപത്രിയിൽ ചികിത്സയിലുമാണ്. ഇന്ന് രാവിലെ ഏതാണ്ട് 10 മണിയോടടുപ്പിച്ചാണ് ഈ സംഭവം നടക്കുന്നത്. കൊടുവള്ളി മാനിപുരത്ത് ഈ കരിമ്പിൻ ജ്യൂസൊക്കെ ഉണ്ടാക്കുന്ന സ്ഥലത്ത് ആ കച്ചവടക്കാരനെ സഹായിക്കാൻ എത്തിയതായിരുന്നു ഈ 14-കാരൻ. അതിനിടയിലാണ് അബദ്ധത്തിൽ ഈ ജ്യൂസ് യന്ത്രത്തിൻ്റെ ഫ്ലൈവീൽ ഗിയറുകൾക്കുള്ളിൽ കുട്ടിയുടെ കൈ കുടുങ്ങുന്നത്. അതിനുശേഷം ഈ കച്ചവടക്കാരൻ തന്നെ ഈ കൈ പുറത്തെടുക്കാനുള്ളൊരു ശ്രമം നടത്തി. അവിടെ ഓടിക്കൂടിയ നാട്ടുകാരും അതിനുള്ളൊരു ശ്രമം നടത്തി. അവർക്കൊന്നും സാധിക്കാതെ വന്നപ്പോഴാണ് പിന്നീട് മുക്കം ഫയർ സ്റ്റേഷനിൽ വിവരം അറിയിക്കുന്നത്. തുടർന്ന് മുക്കത്ത് നിന്ന് ഫയർ ഓഫീസേഴ്സ് എത്തി, അഗ്നിരക്ഷാ സേനാംഗങ്ങൾ എത്തിയാണ് ഈ കുട്ടിയുടെ കൈ പുറത്തെടുക്കുന്നത്. അവർ ഈ ഹൈഡ്രോളിക് കട്ടറൊക്കെ ഉപയോഗിച്ച് യന്ത്രഭാഗങ്ങൾ മുറിച്ചു മാറ്റി കൈ പുറത്തെടുക്കുകയായിരുന്നു. നമുക്ക് ആ ദൃശ്യങ്ങളിൽ വീഡിയോയിൽ നമുക്ക് കൃത്യമായി കാണാം. കുട്ടി അനങ്ങാനാകാതെ കൈ ഉള്ളിൽ അകപ്പെട്ട നിലയിൽ നിൽക്കുകയാണ്. കുട്ടിയുടെ മുഖത്ത് കാണാം അനുഭവിച്ച വേദന നമുക്ക് ദൃശ്യവുമാണ്. ഏതായാലും ഹൈഡ്രോളിക് കട്ടർ ഉപയോഗിച്ച് യന്ത്രഭാഗങ്ങൾ മുറിച്ചു മാറ്റിയാണ് കുട്ടിയുടെ കൈ പുറത്തെടുത്തത്. ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ തന്നെ കുട്ടിയുടെ കൈക്ക് അല്പം സാരമായി തന്നെ പരിക്ക് പറ്റിയിട്ടുണ്ട്. നിലവിൽ ആശുപത്രിയിൽ ചികിത്സയിലുമാണ്. ഹാഷ്മി, അതെങ്ങനെയാണ് പിന്നെ കുട്ടിയുടെ കൈ പുറത്തേക്ക് എടുക്കാൻ കഴിഞ്ഞത് അഭിജിത്ത്? അഷ്മി, ഈ സാധാരണ നിലയിൽ ഈ അഗ്നിരക്ഷാ സേനാംഗങ്ങളുടെ കയ്യിൽ ഹൈഡ്രോളിക് കട്ടർ ഉണ്ടാകും. അവർ ഈ യന്ത്രഭാഗം മുറിച്ചു മാറ്റി ഈ ഗിയർ ഭാഗങ്ങളൊക്കെ മുറിച്ചു മാറ്റിയാണ് കൈ പുറത്തോട്ടെടുത്തത്. നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ തന്നെ കൈ അനക്കാനാകാത്ത രീതിയിൽ കുടുങ്ങിക്കിടക്കുകയായിരുന്നു. കച്ചവടക്കാരൻ ആദ്യം ഒരു ശ്രമം നടത്തിയിരുന്നു ഇതിൽ നിന്ന് കൈ വേർപെടുത്താൻ, പക്ഷേ സാധിച്ചില്ല. തുടർന്നാണ് മുക്കത്തെ ഫയർഫോഴ്സിനെ വിവരം അറിയിക്കുന്നത്. ഫയർഫോഴ്സ് സേനാംഗങ്ങൾ എത്തി ഹൈഡ്രോളിക് കട്ടർ ഉപയോഗിച്ച് അത് മുറിച്ചു മാറ്റി കൈ പുറത്തെടുക്കുകയായിരുന്നു. കൈയുടെ എല്ലിന് പൊട്ടലുണ്ട് എന്നുള്ളൊരു വിവരമാണ് നമുക്ക് നിലവിൽ ലഭിക്കുന്നത്. അതിനാൽ തന്നെ ചികിത്സ അത്യാവശ്യമാണ്. കുട്ടിയെ ഓമശ്ശേരിയിലുള്ള ആശുപത്രിയിലേക്ക് മാറ്റി എന്നുള്ള വിവരവും നമുക്ക് നിലവിൽ ലഭിക്കുന്നുണ്ട്. ഏതായാലും ഫയർ സ്റ്റേഷനിൽ നിന്ന് ആളുകൾ എത്തി ഉടൻ തന്നെ കുട്ടിയെ രക്ഷപ്പെടുത്തി എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ഓക്കെ, അഭിജിത്ത് മുഴക്കുന്നതാണ് വാർത്തയുടെ വിവരങ്ങൾ നൽകിയത്.